നമസ്കാരം. ഞാനിന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സിലെ അഥവാ ജനറൽ സയൻസിലെ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. മെക്കാനിക്സിൻ്റെ സ്റ്റഡി എന്നാൽ ആക്ച്വലി സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ്, റിജിഡ് ആൻഡ് ഡിഫോമബിൾ ബോഡീസ് ആൻഡ് ജനറൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് ചലിക്കുന്ന വസ്തുക്കൾ അത് നിയതമായ രൂപം ഉള്ളതായാലും നിയതമായ രൂപം ഇല്ലാത്തതായാലും അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയാലും. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം പാർട്ടിക്കിളുകൾ ഒന്നിച്ച് ഉള്ള ഒരു ഒറ്റ ബോഡിയുടെ മോഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള പഠനം നടത്തുന്ന ഫിസിക്സിലെ ഒരു വിഭാഗമാണിത്. ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ആക്ച്വലി മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചലനത്തെക്കുറിച്ച്, വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചാണ് നമ്മൾ മെക്കാനിക്സിൽ പഠിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ചലനം അഥവാ എന്താണ് മോഷൻ? മോഷൻ തികച്ചും ആപേക്ഷികമായ ഒന്നാണ്. കാരണം ഒരു വസ്തു ചലിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിൻ്റ് വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിൻറ്റിനെ അപേക്ഷിച്ച് അതിൻ്റെ സ്ഥാനം മാറുമ്പോഴാണ് ആ വസ്തു ചലിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എ ബോഡി is said to be in motion when its position changes continuously with respect to a stationary body taken as reference point എന്നാണ്. അതായത് റെഫറൻസ് പോയിൻ്റായിട്ട് നമ്മൾ എടുക്കേണ്ട വേറൊരു സ്റ്റേഷനറി പോയിൻ്റ്. ഈ യൂണിവേഴ്സിലുള്ള എല്ലാം ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് നമുക്കൊരു സ്റ്റേഷനറി പോയിൻ്റ് റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കുമ്പോൾ നമ്മൾ മറ്റൊന്നിനെ, ഒരു ചലിക്കുന്ന വസ്തുവിനെ അപേക്ഷിച്ച് ചലിക്കാതിരിക്കുന്ന ഒരു വസ്തു നമ്മൾ ഭൂമിയിൽ കണ്ടെത്തി അതിനെ റെഫറൻസായിട്ട് എടുത്ത് അതിനെ അപേക്ഷിച്ച് മറ്റേ വസ്തു മൂവ് ചെയ്യുന്നു എന്നുള്ള കൺക്ലൂഷനാണ് നമ്മൾ ഈ ചലനം എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചലനം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വസ്തുവിന് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ആ ടേം വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാണ്. കാരണം ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അവയ്ക്കിടയിൽ ഡിസ്റ്റൻസ് ഉണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എല്ലാം ഒരേപോലെയാണ് പ്രതിപാദിക്കാറുള്ളതെങ്കിലും ഫിസിക്സിൽ ഇത് രണ്ടും രണ്ടാണെന്ന് പറയാൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. കാരണം ഡിസ്റ്റൻസിന് ആകെ മാഗ്നിറ്റ്യൂഡും മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരു ദിശയും മാഗ്നിറ്റ്യൂഡുമുണ്ട്. അതായത് ഡിസ്റ്റൻസും ഡിറക്ഷനുമുണ്ട്. സോ ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അത് കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പോയിൻ്റ്, ഒരു സ്റ്റേഷനറി പോയിൻ്റ്, ആ സ്റ്റേഷനറി പോയിൻറ്റിൽ നിന്ന് ഒരു വസ്തു ചലിച്ച് അത് രണ്ടാമതൊരു പോയിൻറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റിൽ നിന്ന് രണ്ടാമത്തെ പോയിൻറ്റിലേക്കുള്ള നേർരേഖാ ദൂരം, അത് ഏത് ദിശയിലാണോ, അത് ഈസ്റ്റ് ആകാം, വെസ്റ്റ് ആകാം, നോർത്ത് ആകാം, സൗത്ത് ആകാം, എങ്ങനെയായാലും ഇനിഷ്യൽ സ്റ്റേഷനറി പോയിൻറ്റിൽ നിന്ന് ഫൈനൽ പോയിൻറ്റിലേക്കുള്ള നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇനിഷ്യൽ പോയിൻറ്റിൽ നിന്ന് ഫൈനൽ പോയിൻ്റിലേക്ക് ആ വസ്തു എത്തുന്നതിന് വേണ്ടി അത് വേണമെങ്കിൽ വളഞ്ഞ വഴികളിലൂടെയും സഞ്ചരിക്കാം. ഇപ്പോൾ വളഞ്ഞ വഴികളിലൂടെയാണ് ഈ വസ്തു സഞ്ചരിക്കുന്നത് എങ്കിൽ ആ വസ്തു ആ സമയം കവർ ചെയ്യുന്ന ദൂരം, ഇതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവർ ചെയ്യുന്ന ദൂരം ചിലപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കാം. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് മേ ബി മോർ ദാൻ ദ ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റിന് തുല്യവുമാകാം. കാരണം ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിൽ വന്നിരിക്കുമ്പോൾ നേർരേഖയിലാണ് വസ്തു സഞ്ചരിച്ച് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒന്ന് തന്നെയാകുക. പക്ഷേ അത്
ഒരു കർവ്ഡ് പാത്തിലൂടെയൊക്കെയാണ് സഞ്ചരിച്ച് വളഞ്ഞു പുളഞ്ഞൊക്കെയാണ് സഞ്ചരിച്ച് ഫൈനൽ പോയിന്റിൽ എത്തുന്നതെങ്കിൽ അത് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ഡിസ്റ്റൻസിനോട് ഈക്വൽ ആകാം, അല്ലാതെ ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാവില്ല ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ആ നേർരേഖാ ദൂരം, അതായത് ഏത് ഡിറക്ഷനിലാണ്, അതായത് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷൻ ഈസ്റ്റ് വേർഡാണോ നോർത്ത് വേർഡാണോ മൂവ് ചെയ്തത്, അല്ല സൗത്ത് വേർഡാണോ മൂവ് ചെയ്തത് എന്ന് അവിടെ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്തിരിക്കും. അതാണ് ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇനി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്നും ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി പോസിറ്റീവ്, മേ ബി നെഗറ്റീവ്, മേ ബി സീറോ. അത് ഒന്നുകിൽ പോസിറ്റീവ് ആകും, അല്ലെങ്കിൽ പൂജ്യമായിരിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ നെഗറ്റീവുമാകാം. പക്ഷേ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവായിരിക്കും, ബിക്കോസ് ദാറ്റ് ഈസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഡിറക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് സീറോയോ നെഗറ്റീവോ ആയി മാറുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്റ്റേഷനറി പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുന്ന ഇനിഷ്യൽ റെഫറൻസ് പോയിന്റിൽ നിന്ന് ഈസ്റ്റ് വേർഡ് സഞ്ചരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് ഒരു മീറ്റർ സഞ്ചരിച്ച ശേഷം തിരിച്ച് ആ പൊസിഷനിൽ നിന്ന് വെസ്റ്റ് വേർഡ് സഞ്ചരിച്ചിട്ട് വീണ്ടും ആ ഇനിഷ്യൽ പോയിന്റിലേക്ക് എത്തിച്ചേർന്നാൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള വ്യത്യാസം, ആ ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും വ്യത്യാസം നമ്മുടെ സീറോയാണ്. സോ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോയാണ്. പക്ഷേ അവിടെ ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്കറിയാം 1 മീറ്റർ അങ്ങോട്ടും 1 മീറ്റർ ഇങ്ങോട്ടും സഞ്ചരിച്ചതുകൊണ്ട് 2 മീറ്റർ അവിടെ ഡിസ്റ്റൻസ് ആ ഓബ്ജക്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന വെക്റ്റർ ക്വാണ്ടിറ്റി അവിടെ പൂജ്യമാണ്. ഇനി വേറൊരു കേസ്, സ്റ്റേഷനറി പോയിൻ്റായ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് 1 മീറ്റർ നോർത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് നോർത്തിലെത്തിയ ശേഷം തിരിച്ച് സൗത്തിലേക്ക് അത് 2 മീറ്റർ സഞ്ചരിച്ചു എന്ന് കരുതുക. സൗത്തിലേക്ക് 2 മീറ്റർ സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും? ആ ഫൈനൽ പോയിൻ്റ്, അതായത് 1 മീറ്റർ അകലെയുള്ള പോയിന്റിലെത്തിയ ശേഷം അവിടെ നിന്ന് സൗത്തിലേക്ക് സഞ്ചരിച്ച് വരുമ്പോൾ ഈ സ്റ്റേഷനറി പോയിന്റിലെത്തും 1 മീറ്റർ സഞ്ചരിക്കുമ്പോൾ തന്നെ. പക്ഷെ പിന്നെയും അത് സൗത്തിലേക്ക് തന്നെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ബാക്ക്വേർഡ് പോകുമ്പോൾ ഇനിഷ്യൽ പോയിൻറ്റിൻ്റെ പുറകിലാണ് അതിൻ്റെ ഫൈനൽ പോയിൻ്റ് വരുന്നത്. അപ്പോൾ അവിടെ -1 മീറ്റർ ആയിട്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ആകെ ഡിസ്റ്റൻസ് അവിടെ കവർ ചെയ്യുന്നത് 1, 2, 3 മീറ്ററാണ്. അപ്പോൾ ഡിസ്റ്റൻസ് 3 മീറ്റർ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് -1 മീറ്ററായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് വന്നു. ഇതിന് മുമ്പ് പറഞ്ഞ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 വന്നു. അതിന് മുമ്പ് പറഞ്ഞ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ദാറ്റ് മേ ബി 0, മേ ബി നെഗറ്റീവ്, മേ ബി പോസിറ്റീവ്. ബട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് കവർ ചെയ്യുന്ന ആ പാത്തിൻ്റെ ആ ഭാഗം മാത്രമായതുകൊണ്ട് ദാറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്. അത് എപ്പോഴും പോസിറ്റീവായിരിക്കും. ഈ ടേം വളരെ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത പോയിൻ്റായ വെലോസിറ്റിയും സ്പീഡും മനസ്സിലാകുകയുള്ളൂ. കാരണം വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആകാൻ കാരണം എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. പക്ഷേ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഹാവിങ് എ ഡിറക്ഷൻ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആകുമ്പോൾ ആ വെലോസിറ്റിക്കും ഒരു ഡയറക്ഷൻ ഉണ്ടാവും, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. സോ അവിടെ എന്ത് സംഭവിക്കും? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. പക്ഷേ ഡിസ്റ്റൻസ് ബൈ ടൈം ആകുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് ഈസ് ഓൺലി ഹാവിങ് ദ മാഗ്നിറ്റ്യൂഡ്.
ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഈ വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യുമെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഉദാഹരണമായിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് രണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ. ഇപ്പോൾ ഒരു ചോദ്യം നോക്കൂ. ആൻ ഓബ്ജക്റ്റ് ഈസ് ഡാഷ് ഇഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് റിലേറ്റീവ് ടു അനദർ ഒബ്ജക്റ്റ്. ആൻ ഒബ്ജക്റ്റ് ഈസ് ഡാഷ് if its position changes relative to another object. ഇതൊരു ക്വസ്റ്റ്യനാണ്. അവിടെ തന്നിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സസ് ആണ്. 1 in motion, 2 at rest, a frame of reference, third option, fourth option magical. അങ്ങനെ 4 ഓപ്ഷൻസ് വന്നതിൽ നമുക്കറിയാം an object is dash if its position changes relative to another object. അതായത് വേറൊരു റെഫറൻസ് ഓബ്ജക്റ്റിനെ അപേക്ഷിച്ചിട്ട് ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അതിനെ എന്ത് പറയും? ഇൻ മോഷൻ എന്ന് പറയും. സോ ഓപ്ഷൻ 1 അതായത് ഇൻ മോഷൻ അതാണ് അതിൻ്റെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ വേറൊരു ചോദ്യം നോക്കൂ. എ സ്റ്റുഡൻറ്റ് ലീവ്സ് ദ ഹിസ്റ്ററി ക്ലാസ് റൂം ആൻഡ് വാക്സ് 10 meter north to a drinking fountain and turns and walks 30 meter to south to an art classroom. What is the total displacement of the student? ഞാൻ ചോദ്യം ഒന്നുകൂടെ വായിക്കാം. A student leaves the history classroom and walks 10 meter north to drinking fountain and turns and walks 30 meter south to an art classroom. What is the total displacement of the student? ഇതാണ് ചോദ്യം. അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 20 meter സൗത്ത്, 20 meter നോർത്ത്, 40 meter നോർത്ത്, 40 meter സൗത്ത്. സ്വാഭാവികമായിട്ടിത് ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ടാണ് ഡയറക്ഷൻ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം കുട്ടി 10 meter അങ്ങോട്ട് നടന്നിട്ട് തിരിച്ച് 30 meter ആണ് ഓപ്പോസിറ്റ് സൗത്ത് വേർഡ്സ് നടന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് എന്താണ്? ആൻസർ എത്രയാണ്? 20 meter സൗത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസറായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് 20 meter സൗത്ത് എന്ന് വന്നത് നമ്മൾ മനസ്സിൽ കാണണം. അതായത് 10 meter നോർത്തിലേക്ക് നടന്നു, അതുപോലെ 30 meter സൗത്തിലേക്ക് നടന്നു. സോ ദ ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് 20 meter ആണത് സൗത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് 20 meter സൗത്ത് എന്നത് ആൻസറായിട്ട് അവിടെ വരുന്നത്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. എ കാർ ട്രാവൽസ് 20 meter ഈസ്റ്റ് ഇൻ 1 second. എ കാർ ട്രാവൽസ് 20 meter ഈസ്റ്റ് ഇൻ 1 second. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ കാർ അറ്റ് ദ എൻഡ് ഓഫ് 1 second ഈസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. 20 meter per second, 20 meter, 20 meter east, 20 meter per second east. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ആൻസറിൽ എന്തുണ്ടായിരിക്കണം? ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണോ മീറ്റർ പെർ സെക്കൻഡ് ആണോ? അത് നമ്മുടെ മനസ്സിൽ ആദ്യം വരണം. നമുക്കറിയാം മീറ്റർ മാത്രമേ ഡിസ്പ്ലേസ്മെൻ്റ് യൂണിറ്റ് ആയിട്ട് വരൂ. സോ അവിടെ ഓപ്ഷൻ 1ലും ഓപ്ഷൻ 4ലും കൊടുത്തിരിക്കുന്ന മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ശരിയായ ആൻസർ എത്രയാണ്? 1 സെക്കൻഡ് കൊണ്ട് ആ കാർ 20 meter ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചു. ഓക്കെ, 1 സെക്കൻഡ് കൊണ്ട് ആ കാർ 20 meter ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചു എന്നാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 20 meter ഈസ്റ്റ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ആൻസർ ചെയ്യേണ്ടത്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. എ സോഫ്റ്റ് ബോൾ പ്ലെയർ ലീവ്സ് ദ ബാറ്റേഴ്സ് ബോക്സ്, ഓവർറൺസ് ഫസ്റ്റ് ബേസ് ബൈ 3 meter ആൻഡ് റിട്ടേൺസ് ടു ദ ഫസ്റ്റ് ബേസ്. Compared to the total distance travelled by the player
the magnitude of the player's total displacement from the batter's box is. ഓപ്ഷൻ നോക്കിക്കോളൂ. സ്മോളർ, ഓപ്ഷൻ 2 ലാർജർ, ഓപ്ഷൻ 3 സി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സോഫ്റ്റ് ബോൾ പ്ലെയർ ബാറ്റേഴ്സ് ബോക്സിൽ നിന്ന് കൂടുതൽ ഓടി 3 മീറ്റർ, എന്നിട്ട് തിരിഞ്ഞ് ഫസ്റ്റ് ബേസിലേക്ക് വന്നിരുന്നു. സോ അവൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് കൂടുതലും ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കുറവാണ്. സോ അവിടുത്തെ ആൻസർ എപ്പോഴും സ്മോളറാണ് എന്നുള്ളതാണ്. കാരണം കൂടുതൽ ഓടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. സോ ഡിസ്റ്റൻസ് കൂടുതലുണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസിനെ അപേക്ഷിച്ചിട്ട് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സ്മോളറാണ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. മറ്റൊരു ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഹു വാക്സ് 3 blocks east, the 2 blocks north, 1 block west and then 2 blocks south? അത് നമ്മൾ ആ മനസ്സിൽ കാണണം ആ നടപ്പ്. എങ്ങനെ? എ സ്റ്റുഡൻറ്റ് walks 3 blocks east, then 2 blocks north, then 1 block west, then 2 blocks south. സോ അപ്പോൾ എവിടെയായിരിക്കും അവിടുത്തെ ആ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിൽ ആ സ്റ്റുഡൻറ്റ് എവിടെയായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. 2 blocks ഈസ്റ്റ്, 2 blocks വെസ്റ്റ്, 8 blocks ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഈസ് 0. കാരണം ഇവിടെ നമ്മുടെ മനസ്സിൽ ആ ദൂരം കാണുക, 3 ബ്ലോക്ക് ഈസ്റ്റിലേക്ക് പോയി, പിന്നെ 2 ബ്ലോക്ക് നോർത്തിലേക്ക് പോയി, പിന്നെ 1 ബ്ലോക്ക് വെസ്റ്റിലേക്ക് വന്ന്, പിന്നെ 2 ബ്ലോക്ക് സൗത്തിലേക്ക് വന്നു. അപ്പോൾ ബാക്കി എത്രയുണ്ടാവും? അയാൾ ആദ്യം നിന്നിരുന്ന പൊസിഷനിൽ നിന്ന് 2 blocks ഈസ്റ്റിലായിരിക്കും നിൽക്കുക. സോ കറക്റ്റ് ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ 1 2 blocks ഈസ്റ്റ് എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും മോഷനുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് നമുക്കിനി സ്പീഡും വെലോസിറ്റിയും ആക്സിലറേഷനും പറയേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള നെക്സ്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടാൽ ഈ ക്ലാസ്സിന് ശേഷമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡും വെലോസിറ്റിയും കാണേണ്ടത്. അപ്പോഴും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നു. ടേക്ക് റെസ്റ്റ് ആൻഡ് റിലാക്സ്. സ്റ്റഡി വെൽ. ബൈ.